ഹലോ ഹായ് ഗൈസ്. അപ്പോൾ നമ്മൾ ഇന്ന് ഓൾ ബി ഷസാമിൻ്റെ ഉമ്മ ഉണ്ടാക്കിയ സ്പെഷ്യൽ തിരുവനന്തപുരം സ്റ്റൈൽ ചിക്കൻ ഫ്രൈ ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾക്ക് 2.25 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ എടുത്തിട്ടുണ്ട്. സാധാ മുളക് പൊടി ഒരു 1.25 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. സ്പൂണാണ്, 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ പൊടി, 1 ടേബിൾ സ്പൂൺ ഗരം മസാല അല്ലെങ്കിൽ ചിക്കൻ മസാല, 2 ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലേക്സ് അതായത് ഇടിച്ച മുളക്, അരിപ്പൊടി ഒരു 2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. എടുത്തേക്കുന്ന കോൺ സ്റ്റാർച്ച്, അതിനുശേഷം ഒരു ഫുൾ നാരങ്ങ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഷാസിൻ്റെ ഉമ്മച്ചി ഇത് കാണുമോയെന്നറിയില്ല, ബട്ട് കണ്ടാൽ ഇത് കറക്റ്റായിട്ടുണ്ടോ എന്നൊന്ന് കണ്ടിട്ട് പറയട്ടോ കേട്ടോ. ഞാൻ കണ്ടത് വെച്ച് ഏകദേശം ഊഹം വെച്ചിട്ടാണ് ഞാൻ ചെയ്തിരിക്കുന്നത്, പക്ഷേ പറയാതിരിക്കാൻ പറ്റില്ല, സൂപ്പർ ടേസ്റ്റായിരുന്നു. ഇനി നമുക്ക് ഒരു 1/4 സ്പൂൺ ഉപ്പ് ഇപ്പം ഇട്ട് കൊടുക്കാം. ശേഷം നമുക്ക് ഉപ്പ് കുറവാണെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഇതായിട്ട് നമുക്കൊരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഇനി മസാല ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾക്ക് കഴുകി വാറ്റാൻ വെച്ചേക്കണം ചിക്കൻ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഇനിയും സാധനങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ എഴുതി വെക്കാനുള്ളവർ ഒരു പേപ്പർ എടുത്തിട്ട് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എല്ലാം എഴുതി വെക്കണതാണ് ബെറ്റർ. ഞാൻ അവിടെ ബുക്ക് ഒരു സൈഡിൽ ഇരിപ്പുണ്ട്, ബുക്കിൽ എല്ലാം എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഏതെങ്കിലും ഒരു ഐറ്റം വിട്ടുപോകണ്ടെന്ന് വിചാരിച്ച് ആണ് ഇതെല്ലാം നോട്ട് ചെയ്ത് എഴുതി വെച്ചത്. ഞാനിപ്പോൾ ചെയ്ത വേർഷൻ ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഏകദേശം അളവൊക്കെ കറക്റ്റാണ്. പിന്നെ എരിവ് മാത്രം നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി പാത്രം ഇത്തിരി ചെറുതായിരുന്നത് കൊണ്ട് പാത്രം ഞാൻ ചേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. ആദ്യം കൊടുത്ത മാരിനേഷൻ ഒന്ന് നല്ലപോലെ ഒന്ന് അതിൽ പിടിക്കട്ടെ. അപ്പോഴേക്കും നമുക്ക് കുറച്ചും കൂടെ പണിയുണ്ട്. അതിനായി ഫസ്റ്റായിട്ട് നമ്മൾക്ക് ചെയ്യേണ്ടത് കുറച്ച് ഇഞ്ചി, ഞാൻ ഇത്ര ഇഞ്ചി എടുത്തിട്ടുണ്ട്, അത് സ്ലൈസായിട്ട് കട്ട് ചെയ്തതാണ്. ഇനി ഇഞ്ചി, വെളുത്തുള്ളി, 4 പച്ചമുളക് ഇത്രയും എടുത്ത് നമ്മൾ ഒന്ന് പേസ്റ്റ് ആക്കിയിട്ടുണ്ട്. ഇതങ്ങനെ അരഞ്ഞ് പേസ്റ്റ് ആവുകയും വേണ്ട, എന്നാൽ ഒരുപാട് ചതച്ച പോലെ വായിൽ കടിക്കുകയും വേണ്ട. ആ ഒരു പരുവത്തിൽ വേണം നമ്മളിതൊന്ന് അരച്ചെടുക്കുക. ആദ്യം തന്നെ ഇതൊന്ന് ചതച്ചതിന് ശേഷം അതിലേക്ക് നമ്മൾക്ക് ഒരു 2 ടേബിൾ സ്പൂൺ പോലെ വെളിച്ചെണ്ണ ഒഴിച്ച് ഒന്നും കൂടെ നമുക്കിതൊന്ന് ചതച്ചുകൊണ്ട് വരാം. ഇതുപോലെ നല്ലപോലെ ചതഞ്ഞിട്ടുണ്ട്, എന്നാൽ അരിഞ്ഞിട്ടും ഇല്ല, അതുപോലെ എടുത്തിട്ടുണ്ട്. ഒരു മുട്ട, പെരുംജീരകം, ഇനി എടുത്തേക്കുന്നത് 5 ഏലക്ക, ഒരു ചെറിയ കഷ്ണം പട്ട, 4 പീസ് ഗ്രാമ്പൂ. ഇത്രയും ഐറ്റംസ് നമുക്ക് ജസ്റ്റ് ഒന്ന് ചെറിയ ഉരലിൽ വെച്ച് ഒന്ന് ചതച്ചിട്ടിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു ചെറിയ പിടി കരിവേപ്പിലയും കൂടെ ഉണ്ടെങ്കിൽ നമ്മുടെ ഏകദേശം മാരിനേഷൻ കംപ്ലീറ്റായി. നമുക്കിത് ഒന്നും കൂടെ ഒന്ന് മാരിനേറ്റ് ചെയ്ത് ഒരു 1/2-3/4 മണിക്കൂർ മാറ്റി വെക്കാം. മണമൊക്കെ വരുന്നുണ്ട്. അത് വെക്കണം. ഇപ്പം എന്താ ഉപ്പ് കുറവെന്നു? ഉപ്പിട്ട് കുറവാ അല്ലേ? അതുകൊണ്ട് മസാല കുത്തല് ചാലുവല്ലേ? കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു, അത് നമ്മൾ ഒന്നുകൂടെ ആഡ് ചെയ്ത് രണ്ടാമത് ഒന്ന് തിരുമ്മി കൊടുക്കുന്നുണ്ട് കേട്ടോ. 3/4 മണിക്കൂറിന് ശേഷം നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണക്ക് അറിയാമല്ലോ, ഭയങ്കര വിലയായതുകൊണ്ട് ഞാൻ ചെറിയൊരു പാനാണ് എടുത്തേക്കണം. അപ്പോൾ ഇതിനകത്ത് നല്ലപോലെ മുങ്ങിക്കിടക്കാൻ പരുവത്തിന് വേണം നമ്മൾ ഈ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാൻ. അതുകൊണ്ടാണ് ഞാൻ ഈ ചെറിയ പാൻ എടുത്തേക്കുന്നത്.
ഫ്ലെയിമേ കുറക്കണം, ചെറിയ ഫ്ലെയിം ആക്കുക. വീഡിയോ തന്നെ ഓണേ. ആണോ? ഈ വീട് ഫുൾ ഈ ചിക്കൻ ഫ്രൈൻ്റെ സ്മെല്ലാണ്. ഒസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ടെംപ്റ്റിങ് സ്മെല്ലാണെന്ന് അത് ഉണ്ടാക്കിയാലേ അറിയൂ. അപ്പോൾ നമ്മുടെ കാർത്തിക് സൂര്യയുടെ വ്ളോഗ് ഇൻസ്പയർഡ് ആയിട്ട് ഉണ്ടാക്കിയ ചിക്കൻ ഫ്രൈ ആണ്. ഷസാമിൻ്റെ ഉമ്മയുടെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്കിതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓൾറെഡി അതിൽ നിന്ന് കിളി തിന്ന് അതിൻ്റെ ടേസ്റ്റൊക്കെ നോക്കിയതാണ്. പിന്നെ നിങ്ങളുടെ മുമ്പിൽ ഒന്നും കൂടെ ഒന്ന് ടേസ്റ്റ് ചെയ്യണമെന്നേ ഉള്ളൂ. കാരണം അത്രയും ടെംപ്റ്റിംഗ് ആയിരുന്നു അതിൻ്റെ സ്മെല്ല്. അതുപോലെ തന്നെ ജ്യൂസിയാണ്, അതുപോലെ തന്നെ യമ്മി ആൻഡ് ഓസം ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം.